മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തോമസ് വൈദ്യർ സജസ്റ്റ് ചെയ്തത് പ്രകാരമാണ് കണ്ണനും അതുപോലെ മഹാലക്ഷ്മിയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് എലിസബത്ത് ഡോക്ടറിനെ കാണുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, തോമസ് വൈദ്യറിൻ്റെ സ്വന്തം സഹോദരി തന്നെയാണ് എലിസബത്ത് മേഡം. അപ്പം എന്തെങ്കിലും മഹാലക്ഷ്മിക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രോബ്ലംസ് പ്രഗ്നൻസി സമയത്തുണ്ടെങ്കിലോ ഒക്കെ കറക്റ്റ് ടൈമിന് തനിക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യാൻ കാരണം. പ്രതാപൻ വിഷമരുന്ന് കൊടുത്തത് പ്രകാരം ആ വിഷമരുന്ന് മഹിയുടെ ഉള്ളിൽ ചെന്നായിരുന്നല്ലോ. എന്നിട്ട് കുഞ്ഞ് നഷ്ടമാകേണ്ട ആ സാഹചര്യത്തിൽ നിന്ന് പതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് തന്നെ തോമസ് വൈദ്യർ ഒരുപാട് പെടാപ്പാട് പെട്ടതിന് ശേഷമാണ്. എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സമയത്ത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് എലിസബത്ത് ഡോക്ടറിനെ തന്നെ മഹിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തത്. എന്തായാലും ആ ഒരു കാര്യം കൊണ്ട് കൃത്യസമയത്ത് മഹിക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടായത് തോമസ് സാറിന് അറിയാൻ പറ്റുന്നുണ്ട്. കണ്ടീഷൻ വന്ന് തിരക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ കണ്ടീഷൻ ഇപ്പം ഭയങ്കര വീക്കാണെന്നും ശ്വാസം നേരെ ചൊവ്വിന് വിടാൻ പറ്റുന്നില്ല, ആ വിഷമരുന്നിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ശരീരത്തുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് യാതൊരു കാരണവശാലും അധികം ടെൻഷനോ വിഷമിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത സമയത്താണ് ആ ചെറുപ്പക്കാരൻ്റെ പ്രസൻസ് ഇല്ലാത്തത് കാരണം മഹിക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. അപ്പം ഇത്രയും പക്വതയുള്ളൊരു ചെറുപ്പക്കാരൻ തന്നെയല്ലേ കണ്ണൻ. മാത്രമല്ല അച്ഛൻ മരിച്ചു പോയതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും വേദനിച്ചു കൊണ്ടിരിക്കുന്ന ആ പയ്യന് നാളെ ഒരു സമയത്ത് ഈ പെൺകുട്ടിയും അതിലുണ്ടാകുന്ന കുഞ്ഞും നഷ്ടമായതിൻ്റെ സങ്കടം താങ്ങാൻ പറ്റുമോ? അറിഞ്ഞ കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നതിനപ്പുറം ആ പെൺകുട്ടി യാതൊരു തെറ്റും കണ്ണൻ്റെ ജീവിതത്തിൽ ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള കണ്ണൻ്റെ മാറ്റത്തിന് കാരണക്കാരി തന്നെ ആ പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ കണ്ണനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കാൻ എലിസബത്ത് പറയുന്നത് പ്രകാരം തോമസ് വൈദ്യരാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ തോമസ് സാറിനെ കണ്ടതും അനന്തവും ലേഖയും ഓടി ചെല്ലുന്നുണ്ട്. എന്ത് ഡോക്ടർ പറഞ്ഞു, മഹിയുടെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? കണ്ണേട്ടനെ നേരിട്ട് കണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി പോയ മഹിയാണ് തിരികെ വന്നപ്പോൾ ഇങ്ങനെ ബോധം കെട്ട് വീണത്. എന്തായാലും കണ്ണൻ ഇനി എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കാണുമോ എന്നാ എൻ്റെ പേടിയെന്ന് ലേഖ പറയുന്ന സമയത്ത് തോമസ് സാറ് പറയുന്നു, എത്രയും പെട്ടെന്ന് കണ്ണനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണം. കണ്ണൻ്റെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രമേ മഹിക്കുണ്ടായ ഈ പ്രോബ്ലം മാറ്റാൻ പറ്റുള്ളൂ. കണ്ണന് പക്വതയുള്ളൊരു പയ്യനല്ലേ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിയോടാണോ ദേഷ്യം കാണിക്കുന്നത്? അതിന് ആ പെൺകുട്ടി ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും അവൾ ഇത് മറച്ചു വെച്ചത് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റൊന്നുമല്ല, അതെനിക്ക് മനസ്സിലാകും. എങ്കിലും മഹിയും കുഞ്ഞിനെയും ജീവനോടെ കിട്ടണമെങ്കിൽ കണ്ണൻ്റെ ഒറ്റ സാമീപ്യം കൊണ്ട് മാത്രമേ അത് പറ്റൂ. ഇപ്പോൾ ആള് വല്ലാതെ വീക്കാണ്, മാനസികമായി ഒരുപാട് സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം വാമദേവൻ്റെ ശല്യത്തെക്കുറിച്ചൊന്നും തോമസ് സാറിന് അറിയില്ലല്ലോ. അപ്പോൾ അനന്തുവാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അതിൽ നിന്നും തോമസ് സാറ് കണ്ണനെ കോൾ ചെയ്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ തോമസ് സാറാണെങ്കിൽ കണ്ണനെ വിളിച്ച് കോൾ എടുക്കുന്ന കണ്ണനാണെങ്കിൽ തോമസ് സാറിൻ്റെ കോളാണെന്ന് മനസ്സിലാക്കിയിട്ട്, സാറിന് സുഖം തന്നെയല്ലേ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. എനിക്ക് അത്യാവശ്യമായിട്ട് തന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാനിപ്പോൾ സിറ്റി ഹോസ്പിറ്റലിലാണ്, തൻ്റെ ഭാര്യ ഇവിടെ ICUയിൽ അഡ്മിറ്റാണ്. അത് കേട്ട് കണ്ണനാകെ അങ്ങ് ഷോക്കാകുന്നുണ്ട്. എന്താ അയാൾക്ക് പറ്റിയത്? അയാൾക്ക് പറ്റിയത് എന്താണെന്ന് മറ്റാരേക്കായും കണ്ണന് വ്യക്തമായിട്ട് അറിയില്ലേ. തന്നെ കാണാൻ വന്നതിന് ശേഷം ബോധം കെട്ട് വീണതാ പുള്ളിക്കാരി. മാത്രമല്ല അന്ന് വിഷമരുന്നുള്ളിൽ ചെറുന്നതിൻ്റെ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും അയാളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ നിരന്തരം അയാളെ മാനസികമായി വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞിനെയും പോലും ജീവനോടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ട് ആ പെൺകുട്ടിയെ ഒന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം പോകണമെന്ന് പറയുമ്പോഴത്തേക്കും കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട്. അപ്പോൾ എന്ത് വേണമെന്നറിയാൻ വയ്യ കണ്ണനാണെങ്കിൽ. താൻ കാരണം മഹിയും കുഞ്ഞും ഈ ലോകത്തുനിന്ന് തന്നെ വിട്ടുപോകുമോ? താൻ മഹിയെ കാണാൻ പോകണോ? മഹിയും കുഞ്ഞും ഇല്ലാത്തൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പം ഇങ്ങനെ അകന്നിരിക്കുന്നു എങ്കിലും മഹിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അയാളെ വിളിക്കാം എന്നൊക്കെ പലതവണ തോന്നുന്നു. എങ്കിലും തൻ്റെ അച്ഛൻ്റെ കൊലപാതകി ആരാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ച ആ ഒരു തെറ്റ് ക്ഷമിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ മഹിക്കും കുഞ്ഞിനും യാതൊരു ആപത്ത് സംഭവിക്കരുത് എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാനാണെങ്കിൽ കണ്ണൻ സ്ഥിരം പോകുന്ന ആ സിദ്ധിയായ അമ്മയെ കാണാറുള്ള ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നുണ്ട്. മനസ്സൊരുക്കി ദേവിയെ പ്രാർത്ഥിക്കുന്ന അതേ സമയം തന്നെ സിദ്ധിയായ അമ്മയെ കാണുന്നുണ്ട് കണ്ണൻ. അപ്പോൾ കണ്ണനെ മുത്തശ്ശി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. തെറ്റുപറ്റി, അത് സത്യം തന്നെയാണ്, അതെന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്നുള്ള സാഹചര്യം ആ പെൺകുട്ടി പറഞ്ഞില്ലേ. മാത്രമല്ല കണ്ണനെയും മഹിയും ഒന്നിപ്പിച്ചത് സാക്ഷാൽ ദൈവങ്ങൾ തന്നെയാണ്. രണ്ട് ദിക്കിൽ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന കണ്ണൻ്റെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായിട്ടാണ് മഹി കടന്നു വന്നത്. അത് കണ്ണൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ.
ഒരു കാരണവശാലും അറിഞ്ഞുകൊണ്ട് കണ്ണന് ദോഷം വരണം എന്ന് വിചാരിച്ച് ഒരു തെറ്റും ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല മഹാലക്ഷ്മി. ഇപ്പോൾ കണ്ണൻ്റെ സാമീപ്യം അവൾക്ക് ആവശ്യമാണ്. ഈ സമയത്ത് അവളോട് കരുണ കാണിച്ചില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് അച്ഛനെ ഓർത്ത് ദുഃഖിക്കുന്നത് പോലെ മഹിയെയും കുഞ്ഞിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് കണ്ണൻ്റെ മനസ്സ് മാറ്റാൻ സിദ്ധിയായ അമ്മയും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ണൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കണ്ടിട്ട് അനന്തവും ലേഖയും തോമസാറും ഒക്കെ ഞെട്ടുന്നു. വിഷമത്തോടെ തൻ്റെ ഭാര്യയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, അയാളും കുഞ്ഞും ഓക്കെയാണോ എന്ന് തോമസാറിനോട് വന്ന് വിഷമത്തോടെ ചോദിക്കുന്നത് കണ്ടിട്ട് ലേഖയ്ക്കും അനന്തുവിനും സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. സന്തോഷം വരുന്നത് മഹിക്ക് ഇങ്ങനൊരു അപകടം പറ്റിയെന്ന് അറിയുമ്പോൾ കണ്ണൻ വരുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. അത്രയും ദേഷ്യമാണല്ലോ ഇപ്പോൾ കണ്ണൻ്റെ മനസ്സിൽ മഹിയോടുള്ളത്. എങ്കിലും വന്നു എന്നുള്ള സന്തോഷം. എങ്കിലും ഡോക്ടർ ഇതുവരെ ഒരു പ്രതീക്ഷ തരാത്തത് കൊണ്ട് അതിൻ്റെ സങ്കടമുണ്ട്. അപ്പോൾ താൻ വിഷമിക്കേണ്ട, തൻ്റെ ഭാര്യയ്ക്ക് ഒരപകടം വരാൻ ഞാനും എലിസബത്തും ജീവനോടുള്ളപ്പോൾ സമ്മതിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും കണ്ണനൊരു സമാധാനവും ഇല്ല. അപ്പോൾ എന്താകും മഹിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഇനി പ്രതാപന് വേണ്ടിയിട്ടുള്ള ശിക്ഷ എന്തായിരിക്കും കണ്ണൻ വിധിക്കാൻ പോകുന്നത്? വാമദേവൻ മഹിയെ പൈസയുടെ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ള കാര്യം അറിയുന്ന കണ്ണൻ വാമദേവൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ വരെ നിർത്തുമോ? അതിൻ്റെ പിന്നിലെ സത്യം കണ്ടുപിടിക്കാൻ പോകുമോ? കാത്തിരിക്കാം. ഈ സമയത്ത് മാർക്കോയും കൂടി എത്തിയിരുന്നെങ്കിൽ വാമദേവനുള്ള തിരിച്ചടി ഒട്ടും വൈകാതെ തന്നെ മാർക്കോ കൊടുത്തിരുന്നേനെ. ഇനി അധികം താമസിക്കാതെ മാർക്കോ തിരിച്ചു വന്ന് വാമദേവനെ ഒന്ന് കാണുന്ന ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം.